നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കുവാനായി, അല്ലെങ്കിൽ അത്ര വിലയേറിയ ഒരു ഫർണിച്ചർ നിർമ്മിക്കുന്നതിനായിട്ടോ നമുക്കൊരു വീട് പണിയുന്നതിനായിട്ടോ നാം ഒരു തടി അന്വേഷിക്കുകയാണ് എങ്കിൽ നാം അത് നിലമ്പൂർ കാട്ടിലെ തേക്കുമരം പോലെ ഉറപ്പുള്ള, കാതലുള്ള, പ്രായമുള്ള, ദൃഢതയുള്ള മരം തന്നെയല്ലേ അന്വേഷിച്ചെടുക്കുക? ഈ ഒരു മരം ഇത്ര ദൃഢതയുള്ളതായി, ഇത്ര ബലമുള്ളതായി മാറിയത് എങ്ങനെയാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഈ മരം ഒരു തൈയായി വളർന്ന് ഇത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന കാരണം കൊണ്ട് ഒരു മരത്തിന് ദൃഢതയുണ്ടാകുന്നുണ്ടോ? അതിന്റെ കാതല് വളരുന്നുണ്ടോ? ഇല്ല. ഒരു മരം ശക്തനാകുന്നത്, അത് ദൃഢതയുള്ളതായി മാറുന്നത്, അതിൽ കാതലുണ്ടാവുന്നത് അത് അതിജീവിക്കുന്ന പ്രതിബന്ധങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതിലടിച്ച കാറ്റ്, അതിൽ പെയ്ത മഴ, അതിന് സമയാസമയത്ത് ലഭിക്കേണ്ട വളം, വെള്ളം എന്നിവ ലഭിക്കാതെ വന്ന പ്രതികൂലമായ സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് അതിന്റെ ശിഖരങ്ങളെ ഓരോന്നിനെയും ആടി ഉലച്ച് ഒടിച്ചു കളയുവാൻ തക്ക വിധത്തിൽ അതിന്മേലടിച്ച കാറ്റിനെ അതിജീവിച്ചപ്പോ, കൊടുങ്കാറ്റിനെ അതിജീവിച്ചപ്പോ, കുത്തി ഒലിച്ചു വന്ന മഴവെള്ളത്തിൽ തായ്വേരുകൾ പോലും പറഞ്ഞു പോകാമായിരുന്നിട്ടും ആ സാഹചര്യത്തെയും അതിജീവിച്ച് പിടിച്ചു നിന്നപ്പോ സ്വാഭാവികമായും ഇതിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ ദൃഢത, ഈ ഉറപ്പ്, ഈ കാഠിന്യം, ഈ കാതൽ. ഈ മരത്തിനുമേൽ കാറ്റടിച്ചിരുന്നില്ലെങ്കിൽ, ഈ മരത്തിനുമേൽ മഴ പെയ്ത് കൊടുങ്കാറ്റടിച്ച് തകർന്നു പോകുവാൻ തക്ക വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ അതിനുമേൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് ഏതോ ഒരു സാധാരണ മരം പോലെ ആയി പോകുമായിരുന്നു. എന്നാൽ വിലയേറിയ ഫർണിച്ചറുകൾ ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്ന ദൃഢതയുള്ള, പേശിയുള്ള, കാതലുള്ള മരമായി ഇതിനെ മാറ്റിയത് അതിന്മേലടിച്ച കാറ്റും മഴയും പ്രതികൂലങ്ങളുമാണ്. പ്രിയ സുഹൃത്തെ, നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമുക്കുമേൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കടന്നു വരുന്നില്ല എങ്കിൽ, വേരോടെ പിഴുതു കളയുവാൻ തക്ക വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മേൽ ആഞ്ഞടിക്കുന്നില്ല എങ്കിൽ, എന്നും സുഖമായും സന്തോഷമായും സ്മൂത്തായും മാത്രം നാം കടന്നു പോകുകയാണ് എങ്കിൽ പാഴ്മരം പോലെയായി പോകും നമ്മുടെയും ജീവിതം. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദുർഘടങ്ങളും എല്ലാം നമുക്കും ആവശ്യമാണ്. ഇതാണ് നമ്മളെ വളർത്തുന്നത്. ഈ പ്രതിസന്ധികളാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മളെ ശക്തരാക്കുന്നത്, നമ്മുടെ മനസ്സിന് ശക്തി തരുന്നത്. ചില കാറ്റുകൾ അടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, മരമൊക്കെ വേരോടെ പിഴുത് താഴെ മറിഞ്ഞു വീഴും. എങ്കിലും അടുത്ത വെയിൽ ഉദിക്കുമ്പോൾ അത് പിന്നെയും പൊങ്ങി വരും. ആടി ഉലഞ്ഞ് ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞ് ഇലകളൊക്കെ കൊഴിഞ്ഞ് ചിലപ്പോൾ മഴ കിട്ടില്ല, ചിലപ്പോൾ വെള്ളമുണ്ടാവില്ല, ആവശ്യമായ വളം കിട്ടില്ല. വേരിറങ്ങി പോകുമ്പോൾ പാറക്കെട്ടുകൾക്കിടയിലായിരിക്കാം.
എങ്കിലും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വളർന്നു വരുന്ന മരങ്ങൾക്കാണ് മാർക്കറ്റിൽ വിലയുള്ളത്. നാം നട്ടു വളർത്തുന്ന തേക്കുമരത്തേക്കാൾ വില എന്തുകൊണ്ടുമുണ്ട് നിലമ്പൂർ കാട്ടിലെ തേക്കുമരങ്ങൾക്ക്. എന്തുകൊണ്ടെന്നാൽ അത് സ്വാഭാവികമായ വളർച്ചയാണ്. ഇന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, സ്പൂൺ ഫീഡിംഗ് വഴി വളർന്നു വരുന്ന വ്യക്തിയല്ല ഒരു വൻമരമായി മാറുവാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, ദുർഘടങ്ങൾ, തളർന്നു പോകുമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ, ഒറ്റപ്പെടലുകൾ, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇവയിലെല്ലാം സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ തകർന്നു പോകാം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലും എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്ത് പരിതപിച്ചുകൊണ്ട് തളർന്നു വീഴാതെ ആ സമയത്ത് ചെറുതായി നമ്മുടെ ചിന്താഗതിയെ ഒന്ന് മാറ്റുവാൻ നമുക്ക് പറ്റിയാൽ, ആ മരത്തിന്മേലടിച്ച കാറ്റ് ആ മരത്തെ മോൾഡ് ചെയ്തതുപോലെ എന്റെ ജീവിതത്തിലടിക്കുന്ന കാറ്റുകൾ, എന്റെ ജീവിതത്തിലടിക്കുന്ന വേദനകൾ, എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അവഗണനകൾ, എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഇച്ഛാഭംഗങ്ങൾ, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റാതായി പോകുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായ അവസ്ഥകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗ അവസ്ഥകൾ, നിരാശകൾ, ഇതെല്ലാം എന്നെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നാളെ ഒരിക്കൽ ഏതെങ്കിലും ഒരു അടുപ്പിൽ വിറകായി കത്തിയെരിഞ്ഞ് പോകുവാനുള്ള പാഴ്മരമല്ല ഞാൻ. അടുത്ത തലമുറയിലും ഓർത്തിരിക്കത്തക്ക രീതിയിൽ ചരിത്രത്തിൽ കൊത്തിയെടുത്തു വെക്കേണ്ട വിലയേറിയ ഫർണിച്ചറായി, ഉരുപ്പടിയായി മാറേണ്ട വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് എന്നിലടിക്കുന്ന ഈ പ്രതികൂലങ്ങൾ, ഈ സാഹചര്യങ്ങൾ എന്നെ ശക്തനാക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചം ഒഴിവാക്കി തന്ന, പ്രപഞ്ചം ഒരുക്കി തന്ന അനുഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചൊന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, തകർന്നു പോകുമെന്ന് കരുതുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു മഴ കഴിഞ്ഞ് അടുത്ത സൂര്യോദയത്തിൽ തല ഉയർത്തി വരുന്ന ഈ മരത്തെ പോലെ നിനക്കും എഴുന്നേൽക്കാം. ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല. ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്തതുകൊണ്ടാണ് നാം ഓരോരുത്തരും മനുഷ്യരായി ഇന്നിവിടെ ഇരിക്കുന്നത് എന്നതാണ് സത്യം. ഇത് സയന്റിഫിക്കലി ഞാൻ പറയുന്നതാണ്. ഒരു പുരുഷൻ തന്റെ ശരീരത്തിൽ നിന്നും ഒരു തവണ പ്രത്യുൽപാദനപരമായ പ്രവൃത്തിയിൽ പുറത്തേക്ക് പോകുന്നത് 20 കോടിയോളം വരുന്ന ബീജങ്ങൾക്കുള്ളിൽ നിന്നും പാതി വഴിയിൽ പട്ടുപോയ മറ്റു ബീജങ്ങൾക്കിടയിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് മരണകരമായ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഒരു മനുഷ്യനായിരിക്കുന്നത്. അത്രയധികം പ്രതിസന്ധിയെ തരണം ചെയ്ത് കടന്നു വന്ന നമ്മൾ ജീവിതത്തിലടിക്കുന്ന ചെറിയൊരു കാറ്റിൽ, ചെറിയ ഒരു മഴയിൽ, ചെറിയ ഒരു പ്രതിസന്ധിയിൽ തകർന്നു പോകുവാൻ ഇടയാകരുത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. മാറ്റണം, എഴുന്നേറ്റ് വരണം, എന്നിട്ട് പറയണം, ഏതോ ഒരു കാട്ടിൽ ആരുമറിയാതെ ഒടിഞ്ഞു വീണ്
നിലത്തഴുകിച്ചേർന്നു പോകുന്ന പാഴ്മരമായി മാറുവാനുള്ളതല്ല ഞാൻ. വിലയേറിയ, കാലം ഓർത്തുവെക്കുന്ന കൊത്തുപണികൾ കൊണ്ട് മനോഹരമായി മാറുന്ന ഒരു ശില്പമായി മാറേണ്ട വ്യക്തിത്വമാണ് ഞാൻ. എന്നെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതാണ് ഈ പ്രതിസന്ധികൾ ഓരോന്നും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ തോറ്റുപോകുമെന്ന്, തകർന്നു പോകുമെന്ന് വിധി എഴുതിയ പലർക്കു മുമ്പിലും ഒരു ചരിത്ര സ്മാരകമായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. തല ഉയർത്തി നിൽക്കുന്ന ശക്തനായ ഒരു മരത്തെ നോക്കിയാൽ അതിലടിച്ച കാറ്റിന്റെ, അതിൽ പെയ്ത മഴയുടെ, ഓട്ടോഗ്രാഫുകൾ വായിക്കാൻ കഴിയും. അതിലെഴുതിയിട്ടുണ്ടാവും, ഈ മരത്തെ ഒടിച്ചു കളയുവാൻ ഞാൻ പലവട്ടം ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് കാറ്റ്. ഈ മരത്തെ വേരോടെ പിഴുതുകളയുവാൻ ഞാൻ പലവട്ടം ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മഴ. ഈ മരത്തെ ആവശ്യമായ പോഷക ഗുണങ്ങളൊന്നും കൊടുക്കാതെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതിയുടെ ഗുണങ്ങൾ. ഇവരെല്ലാം ആ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും സാക്ഷ്യങ്ങൾ. എന്നതുപോലെ സുഹൃത്തെ, നീ തോറ്റുപോയാൽ, തോൽവിയെ നീ അംഗീകരിച്ചാൽ, അംഗീകരിച്ചാൽ മാത്രം മതി. നിന്റെ തോൽവിയെ നീ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പാഴ്മരം പോലെയായി പോകും നീ. എന്നാൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ഒന്ന് ചിന്തിക്കുവാനുള്ള ധൈര്യമാണ് വേണ്ടത്. നിനക്കുണ്ടായാൽ ഭാവി നിന്റെ കയ്യിലിരിക്കും. തല ഉയർത്തി നിൽക്കുന്ന മരത്തെ പോലെ ശക്തമായ തായ്വേരുകളും തായ്തടിയും ശിഖരങ്ങളും ഇലകളും എല്ലാമുള്ള ഒരു ദൃഢമായ വൃക്ഷം പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു.